കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് CPM വിലക്കേർപ്പെടുത്തുന്നത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത് മുതലാണ്. ഞാനൊരു വീഡിയോ കാണിക്കാം. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറ സന്ദർശിക്കുന്ന വീഡിയോ ആണ് പ്രേക്ഷകർ കണ്ടത്. ദിവസേന ഇപ്പോഴും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഐഷ പോറ്റി കോൺഗ്രസിൽ വരുന്നതിന് മുൻപാണ് അതേക്കുറിച്ച് മനസ്സിൽ പോലും ചിന്തിക്കാതിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി അനുസ്മരണം കൊട്ടാരക്കരയിൽ നടക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും. ആ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് മുഴുവൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രാഷ്ട്രീയം നോക്കാതെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആണെന്ന് പോലും ചിന്തിക്കാതെ ഐഷ പോറ്റിക്ക് നൽകിയ പിന്തുണയും കരുതലുമാണ്, അവർക്കുണ്ടായ അനുഭവമാണ്. അതൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കണം CPM ഐഷ പോറ്റിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സർക്കാരുകളിലും ഒന്നാം പിണറായി സർക്കാരിലും കൊട്ടാരക്കരയുടെ MLA ആയിരുന്നു ഐഷ പോറ്റി. ഇവർ 3 മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയിൽ നിന്നാണ്. അതായത് ഒരു പ്രതിപക്ഷ MLA ആയിട്ട് പോലും രാഷ്ട്രീയം നോക്കാതെയുള്ള കരുതൽ. അങ്ങനെയുള്ള അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതാണ് CPM ഊരുവിലക്ക് ഏർപ്പെടുത്താൻ കാരണം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോഴും ഐഷ പോറ്റിയുടെ മനസ്സിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കരുതലിൻ്റെ നല്ല ഓർമ്മകളായിരിക്കും. മാറി വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സ് ഐഷ പോറ്റിയോടൊപ്പം ഉണ്ടായിരിക്കും. ഒരു UDF മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. ആ കൊട്ടാരക്കരയെ ഇടതുപക്ഷത്തേക്ക് പിടിച്ചു പറിച്ചു കൊണ്ടുപോയത് ഐഷ പോറ്റിയായിരുന്നു. ആ ഐഷ പോറ്റി തന്നെ കൊട്ടാരക്കരയെ തിരിച്ചു പിടിക്കാൻ അവസരം ലഭിച്ചത് ഒരുപക്ഷെ കാലം കരുതി വച്ച കാവ്യനീതിയായിരിക്കും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കൊട്ടാരക്കരയെ നയിക്കാൻ ഐഷ പോറ്റിക്ക് തന്നെ നിയോഗം.